This video we are going to discuss certain important reaction in organometallic chemistry. Like organometallic compounds കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിയാക്ഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിഡേറ്റീവ് അഡീഷൻ ആൻഡ് റിഡക്റ്റീവ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇതിൻ്റെ മെക്കാനിക്സിലൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷനാണ് ഓക്സിഡേറ്റീവ് അഡീഷൻ ആൻഡ് റിഡക്റ്റീവ് എലിമിനേഷൻ എന്നുള്ള റിയാക്ഷൻസ്. അപ്പോൾ വാട്ട് ഈസ് ഓക്സിഡേറ്റീവ് അഡീഷൻ? പേര് തന്നെ ഉണ്ട്, എന്താണ്? ഓക്സിഡേഷൻ ഫോളോഡ് ബൈ അഡീഷൻ. അപ്പോൾ ഓക്സിഡേഷനും അഡീഷനും ഒന്നിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം റിയാക്ഷനാണ് നമ്മൾ ഓക്സിഡേറ്റീവ് അഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഓക്സിഡേറ്റീവ് സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ കോർഡിനേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് ഓക്സിഡേറ്റീവ് സ്റ്റേറ്റ്? One of the most important classes of reaction in organometallic chemistry is oxidative addition. In this reaction, coordinatingly unsaturated complex in a relatively low oxidation state undergo formal oxidation state by 2 units, loss of 2 electrons, and at the same time increase its coordination number 2. എന്താണ് ഇവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് കാണിക്കുന്ന ചില ഒരു പെർട്ടിക്കുലർ ഒരു വെറൈറ്റി റിയാക്ഷനാണ് ഓക്സിഡേറ്റീവ് അഡീഷൻ റിയാക്ഷൻ. അതായത് ചില കോർഡിനേഷൻ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓർഗാനോമെറ്റാലിക് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ പൊതുവെ കോർഡിനേറ്റഡ് കോംപ്ലക്സ്. ഈ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓർഗാനോമെറ്റാലിക് കോംപ്ലക്സ് അല്ലെങ്കിൽ ലോ വാലന്റ് കോംപ്ലക്സ്, ഈ കോംപ്ലക്സിൽ എന്ത് നടക്കും? ഈ അഡീഷൻ നടന്നിട്ട് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ 2 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ 2 ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും 2 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും കോർഡിനേഷൻ നമ്പർ ഇൻക്രീസ് ബൈ 2 യൂണിറ്റ് ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൾസോ ഇൻക്രീസ്ഡ് 2 യൂണിറ്റ് ഫ്രം +1 to +3 ആൻഡ് കോർഡിനേഷൻ നമ്പർ ഇൻക്രീസ് ഫ്രം +4 to +6. അത്തരം റിയാക്ഷനെയാണ് നമ്മൾ ഓക്സിഡേറ്റീവ് അഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓക്സിഡേറ്റീവ് അഡീഷന് നേരെ റിവേഴ്സ് ആയിരിക്കും എന്ത്? റിഡക്റ്റീവ് എലിമിനേഷൻ. ഇപ്പോൾ റിഡക്റ്റീവ് എലിമിനേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കോർഡിനേഷൻ നമ്പർ ഡിക്രീസ് ഫ്രം 6 to 4 ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൾസോ ഡിക്രീസ് ഫ്രം 3 to 1. അപ്പോൾ ഇതാണ് റിഡക്റ്റീവ് എലിമിനേഷൻ. ഇപ്പോൾ റിഡക്റ്റീവ് എലിമിനേഷൻ നമ്മൾ സെപ്പറേറ്റ് പറയില്ല, ഓക്സിഡേറ്റീവ് അഡീഷൻ്റെ നേരെ റിവേഴ്സ് ആയിരിക്കും റിഡക്റ്റീവ് എലിമിനേഷൻ. ഇപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ഓക്സിഡേറ്റീവ് അഡീഷൻ ആണെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ എന്തായിരിക്കും? റിഡക്റ്റീവ് എലിമിനേഷൻ. ഓക്കെ, an example is the reaction of VASP complex. VASP എന്നുള്ളൊരു കോംപ്ലക്സ് നമ്മളിവിടെ പറയുന്നുണ്ട്. ആ കോംപ്ലക്സ് ആണ് പ്രധാനമായിട്ട് നമ്മൾ എക്സാമ്പിളൊക്കെ ആയിട്ട് എടുക്കുന്നത്. അത് ഇറിഡിയത്തിൻ്റെ ഒരു കോംപ്ലക്സ് ആണ്. ML4 എന്നുള്ള കോർഡിനേറ്റീവ്ലി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓർഗാനോമെറ്റാലിക് കോംപ്ലക്സ്. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. കോർഡിനേഷൻ നമ്പർ വരുന്നത് 4 ആണ്. അണ്ടർ ഓക്സിഡേറ്റീവ് അഡീഷൻ ടേക്സ് പ്ലേസ്. XY എന്നുള്ള ഒരു മോളിക്യൂൾ, XY മോളിക്യൂൾ XY ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എക്സും ആഡ് ചെയ്യും, വൈയും ആഡ് ചെയ്യും. ഇപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഓക്സിഡേറ്റീവ് അഡീഷൻ takes place. We will get a 6 coordinated complex. നമുക്ക് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. അപ്പോൾ +1 നിന്ന് +3ലേക്ക് മാറി, 2 യൂണിറ്റ് ഇൻക്രീസ്ഡ്. ആൻഡ് ആൾസോ കോർഡിനേഷൻ നമ്പർ ഫ്രം 4 to 6. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 4 നമ്മൾ പൊതുവെ കോർഡിനേറ്റീവ്ലി അൺസാച്ചുറേറ്റഡ് എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 6ലേക്ക് പോകുന്ന സമയത്തായിരിക്കും സാച്ചുറേറ്റഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ദിസ് സ്പെസിഫിക് എക്സാമ്പിൾ ഓഫ് ഓക്സിഡേറ്റീവ് അഡീഷൻ ആൻഡ് റിഡക്റ്റീവ് എലിമിനേഷൻ may be generalized here. ഓക്കെ, അപ്പോൾ കോർഡിനേഷൻ നമ്പർ 6. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ഫ്രം +1 to +3, 2 യൂണിറ്റ്, ആൻഡ് കോർഡിനേഷൻ നമ്പർ ഇൻക്രീസ് ഫ്രം 4 to 6, ഇൻക്രീസ് ബൈ 2 യൂണിറ്റ്. അതിന് നേരെ റിവേഴ്സ് ആയിരിക്കും എന്ത്? റിഡക്റ്റീവ് എലിമിനേഷൻ. ഇപ്പോൾ റിഡക്റ്റീവ് എലിമിനേഷൻ സെപ്പറേറ്റ് പറയുന്നില്ല, ഇതിൻ്റെ റിവേഴ്സ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും റിഡക്റ്റീവ് എലിമിനേഷൻ. In order for a oxidative addition to occur, a vacant coordination site must be available. A 6 coordinated complex is not good reactant unless it loses ligand of the cause of oxidative addition. അപ്പോൾ ഒരു മെറ്റൽ കോംപ്ലക്സ് ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കണമെങ്കിൽ നിർബന്ധമായിട്ടും അതിലെന്ത് വേണം? അതിൻ്റെ ഒരു വാക്കൻ കോർഡിനേഷൻ സൈറ്റ് നിർബന്ധമായിട്ട് വേണം. വാക്കൻ കോർഡിനേഷൻ സൈറ്റ് വേണമെന്ന് മാത്രമല്ല, കൂടാതെ ഈ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സുകൾ പൊതുവെ ഈ ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കാറുള്ളൂ. അപ്പോൾ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ഉദ്ദേശിച്ചത് എന്തായിരിക്കും?
6 coordinated complex പൊതുവെ ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കില്ല. 6 coordinated complex എപ്പോഴാണ് ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 coordinated complex 2 ലിഗാൻഡ് ലോസ് ചെയ്തിട്ട് 4 coordinated ആകുമ്പോഴേ അത് ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കുള്ളൂ. ഓക്കെ, ഇനി ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടുള്ള കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൈലബിൾ എം ടി ഓർബിറ്റൽ വേണം. എന്തിന്? ഈ മെറ്റലിന് അവൈലബിൾ ആയിട്ടുള്ള എം ടി ഓർബിറ്റൽ ഉണ്ടെങ്കിൽ അത് എക്സസ് ആയിട്ട് വരുന്ന 2 ലിഗാൻഡിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Okay, the further requirement is that the suitable orbital be available for the bond formation for the new bond. New bond form ചെയ്യണമെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റൽ വേണം. ഓക്കെ, the condition is that. അപ്പോൾ ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കാൻ വേണ്ട നിർബന്ധമായിട്ടുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the complex must have to expand the coordination number from 4 to 6. And coordination number 4 to 6 expand ചെയ്യാൻ വേണമെങ്കിൽ പറയാൻ പറ്റും 4ലും കോർഡിനേഷൻ നമ്പർ വേണം, 6ലും കോർഡിനേഷൻ നമ്പറുള്ള കോർഡിനേഷൻ നമ്പറുകൾ കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സുകൾ, ഓർഗാനോമെറ്റാലിക് കോംപ്ലക്സുകൾ ഇങ്ങനെ ഓക്സിഡേറ്റീവ് അഡീഷൻ നടത്താൻ പറ്റുള്ളൂ. ഇൻക്രീസ് ഇറ്റ്സ് ഓക്സിഡേറ്റീവ് സ്റ്റേറ്റ് ഫ്രം +1 to +2. അതേപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യണം, +1 to +2ലേക്ക് ഇൻക്രീസ് ചെയ്യണം. Okay, the complex must have suitable empty orbital be available for the bond formation. Suitable ആയിട്ടുള്ള empty orbital വേണം എന്തിനു വേണ്ടിയിട്ട്? bond formation. The mechanism of oxidative addition vary according to the nature of XY. ഈ XY ആഡ് ചെയ്യുന്ന XYന്റെ നേച്ചറിനനുസരിച്ച് ഈ ഓക്സിഡേറ്റീവ് അഡീഷൻ്റെ മെക്കാനിസം വേരി. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നോർമൽ റിയാക്ഷൻ പറയാൻ പറ്റും, ഈ ഫ്രീ റാഡിക്കൽ ടൈപ്പ് റിയാക്ഷൻ പറയാൻ പറ്റും, അങ്ങനെ പല ടൈപ്പ് റിയാക്ഷനും പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ വാസ്ക് കോംപ്ലക്സിൻ്റെ ഒരു എക്സാമ്പിൾ. വാസ്ക് കോംപ്ലക്സ് ഇപ്പോൾ റേഡിയത്തിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് +1, കോർഡിനേഷൻ നമ്പർ 4, ഇതിലേക്കാണ് നമ്മൾ H2 ആഡ് ചെയ്യുന്നത്. H2 മോളിക്കുലാർ ഹൈറ്റ്. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കുക ഒരു കൺസേർട്ടഡ് ടൈപ്പ് ആയിട്ടാണ് റിയാക്ഷൻ നടക്കുക. കൺസേർട്ടഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഓക്സിഡേറ്റീവ് അഡീഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we will get okay, partial bond formation and partial bond breaking. അപ്പോൾ ഇവിടെ partial bond formation partial bond breaking നടന്നിട്ട് we will get the product. Okay, coordination number 6 and oxygen state +3. Coordination number 6, that coordination number 4. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും increase both coordination number and oxygen state by 2 unit. 2 യൂണിറ്റ് കോർഡിനേഷൻ നമ്പറും കൂടി അതുപോലെ തന്നെ അതിൻ്റെ ഓക്സിഡേറ്റീവ് സ്റ്റേറ്റും കൂടി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺസേർട്ടഡ് ടൈപ്പിലാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നടക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെക്കാനിസം പറയാൻ പറ്റും. റേഡിയം loses its 2 electrons to here and this electron shift here and this electron shift here. So a bond formed here and this bond break. Okay, ഒരു സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ് കിട്ടും. ട്രാൻസിഷൻ സ്റ്റേറ്റിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇവിടെ ബോണ്ട് ഫോം ചെയ്യും. യു വിൽ ഗെറ്റ് 6 കോർഡിനേറ്റഡ് കോംപ്ലക്സ്. അപ്പോൾ ഈ നോൺ പോളാർ ആയിട്ടുള്ള ലിഗാൻഡ് ആണെങ്കിൽ, നോൺ പോളാർ ആയിട്ടുള്ള H2 ലിഗാൻഡ് ആണെങ്കിൽ അഡീഷൻ നടക്കുക ഇതുപോലെ ആയിരിക്കും. ഇനി വേറെ എക്സാമ്പിൾ, ഡയോക്സിജൻ another non-polar molecules also add reversibly to Wasp complex, but the case of XY bond is not completely broken. ഇനി ഓക്സിജൻ ഡയോക്സിജന്റെ കേസിലാണെങ്കിൽ നോക്കണ്ട, ഈ ഡയോക്സിജൻ undergo oxidative addition here reductive elimination. അപ്പോൾ ഈ ബോണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുതുകയാണെങ്കിൽ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് റേഡിയം LCO Cl L ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇതേപോലെ തന്നെ മെക്കാനിസം നമുക്ക് പറയാൻ പറ്റും. ഒരു ബോണ്ട് ഒരു 5 ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യും. റേഡിയത്തിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് +1 +3ലേക്ക് മാറും. കോർഡിനേഷൻ നമ്പർ 4 6ലേക്ക് മാറും. ഓക്കെ, മെക്കാനിസം എങ്ങനെ വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയം will react with O2
റേഡിയം 2 ഇലക്ട്രോൺ ഷിഫ്റ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ദിസ് ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ we will get a cyclic transit state. The radium the cyclic transit state. ഈ cyclic transit state ഈ ബോണ്ട് ഫോം ചെയ്യും, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഈ ബോണ്ട് ഫോം ചെയ്യും. We will get this product. ഓക്കെ, ഇതാണ് ഓക്സിജൻ ആണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. ഇനി Cl റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് കിട്ടും Cl. ഈ Cl ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get the radium CO L Cl L Cl Cl Cl. Again oxidation state increase by 2 unit and coordination number increase by 2 unit. ഇനി XY is an electrophilic polar molecule. ഈ XY ഇലക്ട്രോഫിലിക് പോളാർ മോളിക്യൂൾ ആണെങ്കിൽ കുറച്ച് മെക്കാനിക്സ് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. Consider LNM. It's an organometallic compounds having coordination number 4. Oxidative addition takes place with the CH3I. So CH3I ആയിട്ടാണ് നടക്കുന്നുണ്ടെങ്കിൽ നോൺ പോളാർ ആയിട്ടുള്ള പോളാർ ആയിട്ടുള്ള CH3I ആണെങ്കിൽ oxidative addition reaction tends to proceed by SN2 mechanism involving 2 electron transfer by free radical mechanism also. അപ്പോൾ ഇവിടെ CH3I ആയിട്ട് ഇലക്ട്രോഫിലിക് ആയിട്ടുള്ള പോളാർ മോളിക്യൂൾ ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ SN2 മെക്കാനിസം വഴിയായിട്ട് ഇവിടെ നടക്കുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടുന്നത് LNM bond will form with C H and the breaking of I bond. അപ്പോൾ ഇവിടെ ഒരു ന്യൂക്ലിയോഫിലിക് അഡീഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഈ M attack C and CH3C bond will leave, or CI bond will leave. അപ്പോൾ ഈ ബോണ്ട് ഫോം ചെയ്യും, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ആ ബ്രേക്ക് ചെയ്തിട്ട് ആ I മൈനസ് വീണ്ടും അറ്റാക്ക് നടന്നിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് LNM CH3I. Okay, then this I will again attack to form LNM CH3I. Okay, CH3I alla CH3I. Coordination number +3 and oxygen state, coordination number 6, oxygen state +3, and here coordination number 4 and oxygen state +1. Here the oxidative addition takes place by SN2 mechanism. SN2. So the bimolecular mechanism ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 2/8. ഇതേ റിയാക്ഷൻ തന്നെ എന്തിനും കൂടി നടക്കും, ഫ്രീ റാഡിക്കൽ ആയിട്ട് കൂടി നടക്കും. ഫ്രീ റാഡിക്കൽ ആയിട്ട് നടക്കുന്നതിന്റെ എക്സാമ്പിൾ ഇടാം. ഫസ്റ്റ് the CH3I will free radically split into CH3 radical and I radical. Okay, so CH3I split ചെയ്തിട്ട് CH3 റാഡിക്കലും I റാഡിക്കലാവും. I റാഡിക്കൽ M ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും, LNMI plus CH3 radical. This CH3 radical again attack with the metal to form LNM CH3I complex, 6 coordinated complex. Okay, this is the oxidative addition reaction. Okay, so other factors beside a vacant coordination site are important in determining the tendency complex undergo oxidative addition. The ease of oxidative addition usually takes place D8 to D6 with formal loss of 2 electrons. പൊതുവെ നടക്കുക D8 electrons D6. പൊതുവെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വ്യത്യാസം വരുന്നത് D8 മെറ്റൽസ് ആയിരിക്കും പൊതുവെ, അല്ലെങ്കിൽ D8 മെറ്റലുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട് ആയിരിക്കും പൊതുവെ ഓക്സിഡേറ്റീവ് അഡീഷൻ നടത്താൻ സാധ്യത കൂടുതൽ. അപ്പോൾ D8 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും D8 +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ D8 ഒക്കെ വരുന്ന മെറ്റൽ ഏകദേശം കൊബാൾട്ടാണ്. അപ്പോൾ കൊബാൾട്ടിൻ്റെ താഴെ വരുന്ന ഏതായിരിക്കും, കൊബാൾട്ട്, റോഡിയം, റേഡിയം, ഇത്തരം മെറ്റലൊക്കെയാണ് പൊതുവെ
ഈ ഓക്സിഡേറ്റീവ് അഡീഷൻ നടത്തുന്ന ഓർഗാനോമെറ്റാലിക് കോംപ്ലക്സിൽ ഓക്സിഡേറ്റീവ് അഡീഷൻ നടത്തുന്നത്. ഇനി പൊതുവെ പറയാൻ പറ്റുന്ന ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ നമ്പർ 4 കമ്പയർഡ് ടു 5 or 6. അപ്പോൾ പൊതുവെ ഓക്സിഡേറ്റീവ് അഡീഷൻ നടത്തുന്ന മെറ്റൽസിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആയിരിക്കും. അപ്പോൾ 5 ഉം 6 ഉം പൊതുവെ ഓക്സിഡേറ്റീവ് അഡീഷൻ നടത്താറില്ല. അതുപോലെ തന്നെ മൂന്നാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ സ്ട്രെങ്ത് ഓഫ് ന്യൂ ബോണ്ട് ക്രിയേറ്റഡ് MX ആൻഡ് MY. നമ്മൾ നേരത്തെ പറഞ്ഞാണ് XY ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MX ഉം അതേപോലെ തന്നെ MY ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫോം ചെയ്യുന്ന MX ഉം MY ബോണ്ടിന്റെ സ്ട്രെങ്ത് ബ്രേക്ക് ചെയ്യുന്ന XY ബോണ്ടിന്റെ സ്ട്രെങ്ത്തിനേക്കാളും കൂടിയാൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. Okay, the strength of new bond created MX and MY must be greater than the bond broken XY. Okay, oxidative addition of the metal is easier for the electron-rich system than the electron-pure system. പൊതുവെ ഇത്തരം ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കുന്ന മെറ്റൽസ് എന്തായിരിക്കും? ഇലക്ട്രോൺ റിച്ച് മെറ്റൽസ് ആയിരിക്കും. ലോ വാലന്റ് ഇലക്ട്രോൺ റിച്ച് മെറ്റൽസ് ആയിരിക്കും പൊതുവെ ഓക്സിഡേറ്റീവ് അഡീഷൻ നടത്താൻ സാധ്യതയുള്ളത്. അപ്പോൾ എന്താണ് ഹൈ ഓക്സിഡൻ സ്റ്റേറ്റുള്ള പൊതുവെ ഓക്സിഡേറ്റീവ് അഡീഷൻ നടത്താറില്ല. കാരണം എന്താണ്? അതിന്റെ വീണ്ടും ഓക്സിഡൻ സ്റ്റേറ്റ് കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹെൻസ് ദ ഓക്സിഡേറ്റീവ് അഡീഷൻ ഈസ് മോർ ലൈക്ലി ടു ഫോർ ലോ വാലന്റ് മെറ്റൽസ്. The ease of oxidative addition increases from top to bottom on the order of COI greater than rhodium and iridium. ഇനി ഈ റോഡിയം, കൊബാൾട്ട്, റോഡിയം, ഇറിഡിയത്തിൽ +1 ഓക്സിഡൻ സ്റ്റേറ്റിന്റെ കേസിൽ അതിന്റെ ഈസ് ഓഫ് ഓക്സിഡേഷൻ പെട്ടെന്ന് നടക്കുക, ഓക്സിഡേറ്റീവ് അഡീഷൻ പെട്ടെന്ന് നടത്തുന്ന മെറ്റൽ ഇറിഡിയം ആയിരിക്കും ദാൻ റോഡിയം ദാൻ കൊബാൾട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയാഡിൽ നമുക്ക് പറയാൻ പറ്റും ഇറിഡിയത്തിനായിരിക്കും ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കുന്ന ടെൻഡൻസി കൂടുതലുള്ള മെറ്റൽസ് ദാൻ റോഡിയം ദാൻ ഇറിഡിയം. ഓക്കെ, ദെൻ ഇതിൽ വരുന്ന വേറൊരു റിയാക്ഷനാണ് ഓർത്തോമെറ്റലേഷൻ റിയാക്ഷൻ. ഓക്സിഡേറ്റീവ് അഡീഷനിൽ വരുന്ന ഒരു റിയാക്ഷനാണ് ഓർത്തോമെറ്റലേഷൻ. ഓർത്തോമെറ്റലേഷൻ റിയാക്ഷൻ. എന്താണ് ഓർത്തോമെറ്റലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലിഗാൻഡ് ഒക്കെ എന്തായിരിക്കും അധികം PPsP ലിഗാൻഡാണ്. PPsP. വാട്ട് ഈസ് PPsP? PPsP എന്ന് പറയുമ്പോൾ ഫോസ്ഫറസും 3 ഫിനൈൽ റിങ്ങും കൂടിയതാണ് ദിസ് ഈസ് PPsP ലിഗാൻഡ്. PPsP ലിഗാൻഡിന്റെ കേസിൽ ഈ ഫിനൈൽ റിങ്ങിന്റെ ഓർത്തോ പൊസിഷനിൽ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ആ ഒരു പാർട്ടും ആ ഹൈഡ്രജനും കൂടി ഒരു മെറ്റലായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഓക്സിഡേറ്റീവ് അഡീഷൻ റിയാക്ഷൻ പറയുന്ന പേരാണ് ഓർത്തോമെറ്റലേഷൻ. ഓർത്തോമെറ്റലേഷൻ ഓക്സിഡേറ്റീവ് അഡീഷൻ ആയിട്ട് നടക്കാം, അല്ലാതെ നടക്കാം. ഓക്കെ, പൊതുവെ ഓർത്തോമെറ്റലേഷൻ ഓക്സിഡേറ്റീവ് അഡീഷനിൽ നടക്കാറുണ്ട്. അപ്പോൾ അത്തരം റിയാക്ഷനാണ് നമുക്ക് ഓർത്തോമെറ്റലേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഓർത്തോമെറ്റലേഷൻ നടക്കാനുള്ള കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, ലിഗാൻഡിൽ ഒരു ഫിനൈൽ റിംഗ് എങ്കിലും വേണം. എന്നാൽ ആ ഫിനൈൽ റിംഗിന്റെ ഓർത്തോ പൊസിഷനിൽ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ആ റീപ്ലേസ് ചെയ്ത പൊസിഷനും ഹൈഡ്രജനും കൂടി മെറ്റലിലേക്ക് വന്നിട്ട് 2 കോർഡിനേഷൻ സൈറ്റ് അല്ലെങ്കിൽ അതിന്റെ കോർഡിനേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യും. ഇത്തരം റിയാക്ഷനാണ് നമ്മൾ ഓർത്തോമെറ്റലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലീവേജ് ഓഫ് HH ബോണ്ട് ബൈ ദ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സ് സജസ്റ്റ് ദ സിമിലർ റിയാക്ഷൻ മേ ബി പോസിബിൾ വിത്ത് CH ആൻഡ് CC ബോണ്ട്. ഇപ്പോൾ HH ബോണ്ട് ബ്രേക്ക് ചെയ്ത പോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് CH ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഓർത്തോമെറ്റലേഷൻ പറയാൻ പറ്റും. അപ്പോൾ ഓർത്തോമെറ്റലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രാമോളിക്കുലർ റീഅറേഞ്ച്മെന്റ് ആണ്. ആൾറെഡി ഉള്ള ഒരു ലിഗാൻഡിൽ തന്നെ റീഅറേഞ്ച്മെന്റ് നടന്നിട്ടാണ് അതിൽ കോർഡിനേഷൻ നമ്പർ കൂടുന്നത് അല്ലെങ്കിൽ ഓക്സിജൻ സ്റ്റേറ്റ് കൂടുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് ഇറിഡിയം PPs3 ടൈസ് ഇറിഡിയം Cl ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1. അപ്പോൾ ഈ PPs3 ട്രൈസിലെ ഏതെങ്കിലും ഒരു PPs3യിലെ ഒരു PH അതിന്റെ ഓർത്തോ പൊസിഷനിൽ ഹൈഡ്രജൻ ബ്രേക്ക് ചെയ്തിട്ട് ആ ഓർത്തോ പൊസിഷനും ആ ഒരു ഹൈഡ്രജനും കൂടി കോർഡിനേഷൻ സൈറ്റിൽ അല്ലെങ്കിൽ അതായത് ബോണ്ട് ബ്രേക്ക് ഫോം ചെയ്യുക. അതിനാണ് നമ്മൾ ഓർത്തോമെറ്റലേഷൻ എന്ന് പറയും. നോക്കൂ, ഇതിന് പുറത്ത് എക്സ്ട്രാ XY ലിഗാൻഡ് ഒന്നും ഇവിടെ വരുന്നില്ല. ഇതിൽ തന്നെയുള്ള ലിഗാൻഡിന്റെ റീഅറേഞ്ച്മെന്റ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും PPs3 ട്വൈസ്. ഒരു PSCയിലെ ഫിനൈൽ റിംഗ് എന്തായിട്ടുണ്ട്? ഈ ഓർത്തോമെറ്റലേഷൻ നടന്നിട്ടുണ്ട്. ഇറിഡിയം P
Cl. This is known as orthometallation. PH3 Cl number 2, 3, 4, 5, 6. Coordination number increased from 4 to 6. Oxygen state increased from +1 to +3. Okay, അപ്പോൾ എങ്ങനെയാണ് സോറി ഇവിടെ ഒരു pH twice കൂടി ഉണ്ടാവും. pH twice. Okay. This is the ortho. അപ്പോൾ ഈ PPSCയുടെ ഒരു ഫിനൽ റിംഗിന്റെ ഓർത്തോ പൊസിഷനിൽ ഈ ബോണ്ട് CH ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ മെറ്റലേറ്റ് ബോണ്ട് ഫോം ചെയ്തു. ആ ബ്രേക്ക് ചെയ്യുന്ന ഹെച്ചും ഒരു മെറ്റലേറ്റ് ബോണ്ട് ഫോം ചെയ്തു. അങ്ങനെ 2 new bond formed from here and here. And coordination number increased from 4 to 6, and also oxygen state increased from +1 to +1. This reaction is also called orthometallation because the ortho carbon of the phenyl group participate with coordinations. Okay, these are the reactions are incorporated in metals organic ring. The most common of this orthometallation is the oxidative addition, in which the ortho position of the aromatic ring become attached to the metals. Orthometallation or cyclometallation. ഇതിന്റെ cyclometallation കൂടി പറയാറുണ്ട്. അപ്പോൾ എല്ലാ cyclometallation orthometallation അല്ല, അല്ലെങ്കിൽ എല്ലാ ഓർത്തോമെറ്റലേഷനും സൈക്ലോമെറ്റലേഷനും. ഈ ഒരു ഓക്സിജൻ സ്റ്റേറ്റ് കൂടുന്നുണ്ടെങ്കിൽ അതിനാണ് ഓർത്തോമെറ്റലേഷൻ എന്ന് പറയാം. ഇപ്പോൾ തന്നെ സൈക്ലോമെറ്റലേഷൻ ഉണ്ട്. സൈക്ലോമെറ്റലേഷൻ നമുക്ക് പറയാൻ പറ്റും നോട്ട് ഓൾ ഓർത്തോമെറ്റലേഷൻ റിയാക്ഷൻസ് ആർ not all cyclometallation reactions are orthometallation. Orthometallation എന്ന് പറയുമ്പോൾ ഓർത്തോ പൊസിഷനിലെ ബോണ്ട് വരിക, കോർഡിനേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുക, ഓക്സിജൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യുക. ദിസ് ഈസ് ദ ഓർത്തോമെറ്റലേഷൻ. അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഓക്സിഡേറ്റീവ് അഡീഷനിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത റിയാക്ഷൻ ഇൻസേർഷൻ റിയാക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.